PSC ബുള്ളറ്റിന്റെ രജത ജൂബിലി പതിപ്പിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 300 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. കേരള ഗവർണറായ ആദ്യ വനിത ജ്യോതി വെങ്കിടാചലമാണ് കേരള ഗവർണറായ ആദ്യ വനിത. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? രാജ്പഥിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല കലയാണ് ബോൺസായി. ബെയ്ക്കൽ തടാകം ഏത് രാജ്യത്താണ്? റഷ്യയിലാണ് ബെയ്ക്കൽ തടാകം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം അസുഖമാണ് അനീമിയ. ഗൾഫ് രാജ്യങ്ങളിൽ ദ്വീപ് ബഹ്റിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായത്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭവെയാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ് സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ അല്ലെങ്കിൽ പ്രഥമ പൗരൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു. ആദ്യത്തെ മലയാള നോവൽ ഇന്ദുലേഖയാണ് ആദ്യത്തെ മലയാള നോവൽ. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി. ഒരു ഗ്രോസ് എത്ര എണ്ണം? ഒരു ഗ്രോസ് എന്നത് എത്ര എണ്ണം? 144. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നദിയാണ് നാശകാരിയായ നദി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്നത് ദക്ഷിണേന്ത്യ. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി വസ്ത്രമാണ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്.
ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിംലയിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്കിലാണ് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം 1000 ഗ്രാം ആണ് ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ലെനിൻ. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ജൂഹു ബീച്ച് എവിടെയാണ്? ജൂഹു ബീച്ച് മുംബൈയിലാണ് ജൂഹു ബീച്ച്. തംസപ്പ് ഏതുതരം ഉൽപ്പന്നമാണ്? തംസപ്പ് എന്നത് ബീവറേജ്. ഓട്ടീസ് എന്തുതരം ഉൽപ്പന്നമാണ്? ഓട്ടീസ് ലിഫ്റ്റ്. കാഡ്ബറീസ് എന്തുതരം ഉൽപ്പന്നമാണ്? മിഠായി. വിവേകാനന്ദൻ പാറ ഏത് സംസ്ഥാനത്താണ്? വിവേകാനന്ദൻ പാറ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനം. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബക്കിംഗ്ഹാം കൊട്ടാരം ബ്രിട്ടീഷ് മൊണാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവിന്റെയോ രാജ്ഞിയുടെ കൊട്ടാരമാണ് ബക്കിംഗ്ഹാം കൊട്ടാരം. വൈറ്റ് ഹൗസ് ആരുടെ വസതിയാണ്? വൈറ്റ് ഹൗസ് എന്നത് US പ്രസിഡന്റിന്റെ വസതിയാണ് വൈറ്റ് ഹൗസ്. ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ 22 ആണ് ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം. ഗാന്ധിജിയുടെ ജനനം എന്നാണ്? 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജനനം 1869 ഒക്ടോബർ 2. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഗ്രഹമാണ് ബുധൻ. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെട്ടിരുന്നത് ഇന്തോനേഷ്യയാണ് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ്. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫെഡറിക് ബാന്റിംഗ്, ചാൾസ് ബാസ്റ്റ്. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1980. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1980. കെന്നഡി വധിക്കപ്പെട്ട വർഷം 1963. 1986 കാണപ്പെട്ട വാൽ നക്ഷത്രമാണ് ഹാലിയുടെ വാൽ നക്ഷത്രം 1986 കാണപ്പെട്ടത്. 1986. എവിടെയാണ് ചൈതന്യ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്? ബംഗാൾ. എവിടെയാണ് ചൈതന്യ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്? ബംഗാൾ. സർവ്വരാജ്യസഖ്യം ഏത് വർഷമാണ് നിലവിൽ വന്നത്? സർവ്വരാജ്യസഖ്യം നിലവിൽ വന്നത് 1920. സസ്യങ്ങളുടെ പ്രതികരണ ശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ് സസ്യങ്ങളുടെ പ്രതികരണ ശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി
ദേവഗൌഡയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാരാണ്. ഡേവിസ് കപ്പ് ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡേവിസ് കപ്പ് ലോൺ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമിയാണ് പാമീർ. ഹാങ്ങിങ് ഗാർഡൻ എവിടെയാണ്? ബാബിലോണിലാണ് ഹാങ്ങിങ് ഗാർഡൻ. സ്ഫിൻക്സ് ഏത് രാജ്യത്താണ്? ഈജിപ്ത്. പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ്? ഇറ്റലി. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത്? ഭേഡൽ പവലാണ് സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ്? യുഎസ്എയിലാണ്. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹൊയാങ്ഹോ നദിയാണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹെറോഗ്ലിഫിക്സ്? ഈജിപ്ഷ്യൻ ലിപിയായിരുന്നു ഹെറോഗ്ലിഫിക്സ്. ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത് എഡ്വേർഡ് ടെല്ലർ ആണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത്. പാക് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏതെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ് ഇന്തോനേഷ്യ. പാട്രീസ് ലുമുംബ ആരാണ്? കോങ്കോയുടെ സ്വാതന്ത്ര്യ സമര നായകൻ. ശകവർഷത്തിലെ ആദ്യത്തെ മാസം മാസമാണ് ചൈത്രം. ഇന്തോനേഷ്യയുടെ നാണയമാണ് റുപ്പിയ. ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം 1957. ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. പാടല നഗരം അല്ലെങ്കിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ ആണ്. പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാലും ജയ്പൂർ ആണ്. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്? എം രാമുണ്ണി നായർ ആണ് സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി? 1945 സെപ്റ്റംബർ 2 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത്. പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം നടന്നത്.
പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം. സിത്താർ. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണമാണ് സിത്താർ. മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര്. മാധവൻ നായർ. മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് മാധവൻ നായർ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭവെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭവെ. സ്വാതന്ത്ര്യഗാഥ രചിച്ചത് കുമാരനാശാൻ. കുമാരനാശനാണ് സ്വാതന്ത്ര്യഗാഥ രചിച്ചത്. ആധ്യാത്മയുദ്ധം രചിച്ചത് വാഗ്ഭടാനന്ദൻ. ആധ്യാത്മയുദ്ധം രചിച്ചത് വാഗ്ഭടാനന്ദൻ. പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളി. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ആണ് പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത്. കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെട്ടത്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. സ്പീഡോമീറ്റർ ആണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം. കേരള ഇബ്സൻ എന്നറിയപ്പെട്ടത് എൻ കൃഷ്ണപിള്ള. കേരള ഇബ്സൻ എന്നറിയപ്പെട്ടത് എൻ കൃഷ്ണപിള്ള. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി. നീലഗിരിയാണ് ബ്ലൂ മൗണ്ടൻസ് എന്ന് അറിയപ്പെടുന്നത്. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം.